ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു വൈകുന്നേരമാണിത്. വൈകുന്നേരത്തെ കാഴ്ചയാണിപ്പോൾ. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു പൂതി പായസം കുടിച്ചാൻ. അപ്പോൾ വൈകുന്നേരം ചായൻ്റെ പകരം ഇന്ന് പായസമാണ് ഉണ്ടാക്കുന്നത്. അതിന് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അലുമിനിയത്തിൻ്റെ. അതിലേക്ക് പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പാൽ ഒഴിച്ചാൻ വേണ്ടിയുള്ള കല്ലും മുടിയും തിരക്കുവാണ്. അപ്പോൾ ഇത് പാല് 3 പാക്കറ്റ് പാലൊക്കെ ഒഴിച്ച്. പായസം ഒന്നും ഇപ്പോൾ ഒരാളോട് പറഞ്ഞൊന്നും വേണ്ട, എല്ലാവർക്കും പറയണ കാര്യക്കാരൻ പായസം ഉണ്ടാക്കലൊക്കെ. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പുറത്ത് സേമിയ വറുക്കാനും വെച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൊടുത്തിട്ടുണ്ട്. ഒപ്പം നിന്ന് പണിയെടുത്ത് തരാൻ ചെറിയ മോനും ഉണ്ട് ഒപ്പം. എല്ലാവരും ഈ ചിഹ്നം കണ്ടിട്ടെങ്കിൽ ലൈക്ക് തരണം. പാലൊക്കെ നല്ലോണം തിളച്ച് പൊന്തിയിട്ടുണ്ട്. ഇനി ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ കാണുന്നില്ല. അപ്പോൾ പാലൊക്കെ തിളച്ചപ്പോൾ സേമിയ വറുത്തൊക്കെ സേമിയൊക്കെ ഇട്ട് കൊടുത്തു. ഒരു ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട് സേമിയ. 3 പാക്കറ്റ് പാലിന്. ഇനി ആ പാല് കിടന്ന് നല്ലോണം തിളച്ച് വേകട്ടെ. കുറേ ഒന്നും ആറ്റി ആറ്റൊന്നുമില്ല. സേമിയ ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക, അടി പിടിച്ചാതെ. ഇത് നല്ലോണം തിളപ്പിച്ചിട്ട് പാലൊന്ന് കുറുകി വരണം. പിന്നെ ഒരു 1/2 ഗ്ലാസ് പാൽപ്പൊടി കലക്കിയതും പിന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കട്ടി കിട്ടാൻ പായസത്തിന്. പിന്നെ ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടുന്നില്ല. അതാണ് ഇതിൻ്റെ രീതിയിലുള്ള പായസം എന്ന് പറയുന്നത്. ഞങ്ങളിവിടെ പെരുന്നാളൊക്കെ വരുമ്പോൾ ഒന്ന് ഇട്ടുകൊടുക്കുന്നതല്ലാതെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും പായസത്തൊക്കെ ഇടലില്ല കേട്ടോ. അത് കുട്ടികളെ പൂതി വന്നപ്പോൾ ഒന്ന് ഉണ്ടാക്കിയെന്നുള്ളൂ. പിന്നെ അതിക്ക് ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തിളച്ച് കുറേയൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ പാല്. തീയൊക്കെ ഓഫാക്കി അതിക്ക് ആർക്കേൻ്റെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 6 kg നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് നേരം മൂടി വെക്കാം, ചൂടാറട്ടെ. അപ്പം കുറച്ചും കൂടി കട്ടിയാവും. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് പിന്നെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കുട്ടികളെ പൊടിയൊക്കെ കഴിഞ്ഞു കേട്ടോ, അതൊക്കെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി കുറച്ച് പാത്രത്തേക്ക് ആക്കി വെക്കാം. ഇത്രത്തോളം
കുറുകിക്കണമെന്ന്. കണ്ടിയിലെ പായസം അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും ഇട്ടില്ലെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. കുട്ടികൾ പറഞ്ഞു കുടിച്ച് നല്ല രസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അന്നത്തെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം.